വാർത്ത ആദ്യ രാഷ്ട്രീയ നീക്കവുമായി സമൂഹമാധ്യമങ്ങളിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടി ജൂൺ 6-ന് ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ സിജെപി സ്ഥാപകൻ അഭിജിത് ദീപ്കെ പങ്കെടുക്കും. इतने बड़े ब्लंडर के बाद भी अगर एजुकेशन मिनिस्टर रिजाइन नहीं करते तो इसका मतलब इस देश में अकाउंटेबिलिटी नाम की कोई चीज़ बची ही नहीं है. ऐसा लगता है कि सिस्टम जितनी चाहे उतनी गलतियां कर सकता है और उसके लिए कोई कॉन्सिक्वेंसेस है ही नहीं. सारे कॉन्सिक्वेंसेस स्टूडेंट्स के लिए है. ऐसा कब तक चलेगा? इसलिए अब वक्त आ चुका है. हम सबको साथ आना होगा और भारत के संविधान के रास्ते पर चलते हुए पीसफुली अपनी आवाज़ उठाकर धर्मेंद्र प्रधान के रेजिग्नेशन की डिमांड करनी होगी. अगर हम सब साथ मिलकर आवाज़ उठाएंगे तो ज़रूर इनको हमारी बात माननी होगी. मैंने डिसाइड किया है मैं 6 जून सैटरडे सुबह दिल्ली आऊँगा. आप सब मुझे एयरपोर्ट पर मिलिए. हम सब मिलकर पार्लियामेंट स्ट्रीट पुलिस स्टेशन जाएंगे और वहाँ पर जंतर मंतर पर एक पीसफुल प्रोटेस्ट करने के लिए परमिशन मांगेंगे. വിനീത വിജി വിവരങ്ങളുമായി. വിനീത, ഇതിനോടകം തന്നെ ഈ അക്കൗണ്ട് പൂട്ടൽ ഉൾപ്പെടെ നടപടി നേരിട്ടിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരു പ്രതിഷേധത്തിനായി ജന്തർ മന്ദിറിലേക്ക് എത്തുമ്പോൾ 6-ാം തീയതി എന്ത് സംഭവിക്കും തലസ്ഥാനത്ത് എന്ന് നമുക്കറിയില്ല. ആദ്യ രാഷ്ട്രീയ നീക്കം എന്ന തരത്തിലേക്കാണ് ഈ നടപടി. അനുജ, സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായ പാട്ടുകൾ ഇതാ പ്രതിഷേധവുമായി തെരുവിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ കൗതുകം. ഒപ്പം തന്നെ അനുജ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ അക്കൗണ്ടുകൾ പൂട്ടുന്ന അടക്കമുള്ള കടുത്ത നടപടികൾ CJPക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സ്ഥാപകനായ അഭിജിത് ദീപ്കെ ഒരുപക്ഷെ അറസ്റ്റിലാവുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ തന്നെ പിന്നീട് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അവർ സംസാരിക്കുമ്പോൾ ആശങ്കയടക്കം അവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരം ആശങ്കകൾക്ക് ഒപ്പം കൗതുകത്തിനുമൊക്കെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയ നീക്കം CJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആദ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഈ ജൂൺ 6-ന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറയുന്നത് സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ നീറ്റ് വിവാദവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രതിസന്ധിയൊക്കെ നേരിടുന്നത് വിദ്യാർത്ഥികളാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇപ്പോഴും ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം രാജിവെച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും അതേ സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒപ്പുശേഖരണം ഒക്കെ തന്നെ CJP നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് 5 ലക്ഷത്തോളം ഒപ്പ് അവർക്ക് ശേഖരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഒരു പ്രത്യക്ഷ സമരവുമായി ഒരു പ്രത്യക്ഷ പ്രതിഷേധവുമായി CJP രംഗത്തെത്തുന്നത്. പാർലമെന്ററി സമീപമുള്ള പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് അനുവാദം വാങ്ങിയതിനു ശേഷമായിരിക്കും ഇങ്ങനെയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. സമാധാനപരമായിരിക്കും ആ പ്രതിഷേധമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അഭിജിത് ദീപ്കെ അടക്കം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അനുജ, ശരി, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം അതിൽ താൻ എത്തുമെന്ന് അഭിജിത് ദീപ്കെ അറിയിച്ചിരിക്കുകയാണ്. ജൂൺ 6-ന് ജന്തർ മന്ദിറിലാകും പ്രതിഷേധം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.